6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. രക്ഷപ്പെട്ടവർക്കെതിരായ പോരാട്ടം തുടരുമെന്നും ശരത് ലാലിന്റെയും കൃപേഷിന്റെയും രക്ഷിതാക്കൾ പറഞ്ഞു. ഹൈബി ഈഡൻ MP, ഉമാ തോമസ് MLA എന്നിവർ കോടതിയിലെത്തി രക്ഷിതാക്കളെ കണ്ടു. 24 പേരിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി പറഞ്ഞതിൽ വളരെ തൃപ്തരാണ് തങ്ങളെന്ന് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും അച്ഛന്മാർ പ്രതികരിച്ചു. KP കുഞ്ഞിരാമൻ മുൻ MLAയും അവര് ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള ആൾക്കാരല്ലേ, അയാളെ ഈയുടെ കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ പാർട്ടിപരമായി ചെയ്തൊരു കാര്യം തെളിഞ്ഞല്ലോ. അതെ, അക്രമത്തിനും രാഷ്ട്രീയ കൊലപാതകം, പ്രത്യേകിച്ചും രാഷ്ട്രീയ കൊലപാതകം, രാഷ്ട്രീയം കൊണ്ട് കൊലപാതകം നടത്താനല്ല രാഷ്ട്രീയം. ഇനി ഹൈക്കോടതി സമീപിക്കണമെന്നില്ല PPI, അതായത് നമ്മുടെ പ്രോസിക്യൂട്ടറുമായിട്ട് ആലോചിച്ച് നിയമവശം പഠിച്ചതിന് ശേഷം എങ്ങനെ അവരെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തിലാണ്. പിന്നെ അവരൊക്കെ കിട്ടാൻ ശിക്ഷ പരമാവധി തൂക്കുകാരെന്ന് കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ബാക്കി 10 പേരെ മോചിപ്പിച്ച് കുറ്റവാളിയാക്കിയതിൽ ഞങ്ങൾക്ക് ചെറിയ വേദനയുണ്ട്. എന്നുവെച്ചാൽ അവരും ഈ പ്രതികളാണ്. കേരളത്തിലെ രാഷ്ട്രീയ കുറ്റവാളികൾക്കുള്ള താക്കീതാണ് വിധിയെന്ന് ഹൈബി ഈഡൻ MP പറഞ്ഞു. ശരത് ലാലിനും കൃപേഷിനും ഒരു പരിധിവരെ നീതി ലഭിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു പരിധിവരെ നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. CPMന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ നെറിവുകേടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വിധി. ഈ ഭരണകൂടം ഇതിനു വേണ്ടി വാദിക്കാൻ ഉപയോഗിച്ച പണം പൊതുഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണം. ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് സങ്കടകരമാണെന്ന് ഉമാ തോമസ് MLA പ്രതികരിച്ചു. ആ മാതാപിതാക്കള് ഇതിനുവേണ്ടി കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ചെറുപ്പക്കാരായ ആളുകളെ ഇല്ലാതാക്കാനായിട്ട് ഇത്തരം ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ച ഇവർക്കെതിരെ ഇത്തരം ഒരു നടപടിയല്ല, ഇതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കേസിൽ 1-ാം പ്രതി A. പീതാംബരൻ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 14-ാം പ്രതി K. മണികണ്ഠൻ ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. KV കുഞ്ഞിരാമൻ മുൻ MLAയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. 21-ാം പ്രതി രാഘവൻ വെളുത്തോളി പാക്കം ലോക്കൽ സെക്രട്ടറിയാണ്. CBI കോടതിയുടെ ഈ വിധിയോടെ CPM രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി.